ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്ന് ഞാൻ റവ വെച്ചിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ ഞാനിതിവിടെ 1 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ എടുത്ത അതേ കപ്പിലാണ് ഞാൻ 1.5 കപ്പ് റവ അളന്നെടുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ തേങ്ങയും ജീരകവും ഉള്ളി മാത്രം ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതാ ഇവിടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനായി നിങ്ങൾക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ പാനിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞളും ആഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ തിള വരുന്ന ടൈമിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1.5 കപ്പ് റവ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്തൊന്ന് വേവിച്ചെടുക്കണേ. ഞാനിത് അവിടെ മുഴുവനായിട്ട് ഇട്ടെടുക്കാതെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു. അപ്പോൾ ഞാനിതവിടെ റവയൊക്കെ ഇട്ട് ഒരു സ്പാച്ചില വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റവ നമുക്കിതിലോട്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സ്ഥലത്തും ഇത് കട്ട പിടിച്ചു പോവും. നന്നായി പതച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, ആ അരപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ നമുക്കിതൊക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് റവയൊക്കെ അടുക്കി പിടിച്ചു പോവും. ഇനി ഈ തേങ്ങയുടെ മിക്സും കൂടെ ഈ ഒരു ചൂട്ടിൽ കിടന്നൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ കിടന്നത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാനത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ എല്ലാ സൈഡിലോട്ടും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റവയുടെ മിക്സ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടൊക്കെ തണിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാനതിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഇതുപോലൊരു വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂട് തണിഞ്ഞിട്ടല്ലോ. ഞാനതവിടെ ഫാനും ഓണാക്കി വെച്ചിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ കൂടുതലാക്കി സോഫ്റ്റായി ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുഴക്കുന്ന ടൈമിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്നും കൂടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുറേ ടൈമൊന്നും കുഴക്കാനില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതിയേ. എൻ്റെ വീട്ടിലൊരു ബേർഡ് ഉണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഇതിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ടൈമിൽ അത് വായി പൂട്ടുകയേ ഇല്ല, ബാക്കി എല്ലാ ടൈമും സൈലൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടെ കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അത് വീണ്ടും തുടങ്ങും. അതിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വോയിസ് കേൾക്കുന്ന ടൈമിൽ ആ ബേർഡിൻ്റെ സൗണ്ടും കൂടെ അതിന് കേൾക്കാമല്ലോ, അതിന് വേണ്ടിയുള്ള അടവാണ്. അപ്പോൾ ഞാനിത് അവിടെ റവയുടെ മിക്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബോൾ ഷേപ്പ് പോലെ ഒന്ന് ജസ്റ്റ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്യാൻ പോവുകയാണേ. ഒരു ചപ്പാത്തിയുടെ പലക വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓരോരോ അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്കിഷ്ടമുള്ള പോലത്തെ വലുപ്പത്തിലോ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോഴേക്കും കുട്ടികൾ വന്ന് അവർക്ക് ആവശ്യമുള്ള ഓരോരോ ഷേപ്പും പറഞ്ഞ് പിന്നെ അതിൻ്റെ കട്ടർ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ ഞാൻ അവർക്കും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തിക്കും വേണ്ട, എന്നാൽ നല്ല നേരിയതും ആവാൻ പാടില്ല കേട്ടോ. ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയെങ്ങാൻ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പിന് ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ബാക്കി ഞാൻ ഹേർട്ട് ഷേപ്പും സ്റ്റാറും ഫ്ലവറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം അവർക്കും അതൊരു ഹാപ്പിയല്ലേ, അവർ പറയുന്ന പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ബാക്കി മാവുകളൊക്കെ അവർ പറഞ്ഞ രീതിയിലും ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ റൗണ്ട് ഷേപ്പിലും ചെയ്തെടുത്തിട്ടുണ്ട്.
എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ചെറുതായി ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, കുറച്ചൊന്ന് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ ഇത്. കാരണം നമ്മളിത് ഓൾറെഡി കുക്ക് ചെയ്തെടുത്തതാണല്ലോ, ഫുൾ മിക്സ് ചെയ്തിട്ട്. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് തണിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്ന് ഓരോരോ ബോൾസ്, കുഞ്ഞു ബോൾസ് എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ ഷേപ്സൊക്കെ ഞാൻ വാങ്ങിച്ചത് തെമ്മൂന്നാണ് കേട്ടോ. തെമ്മൂൽ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്, 2 ദിർഹംസോ മറ്റോ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിലെനിക്ക് ഹേർട്ട് ഷേപ്പും അതുപോലെ ഫ്ലവർ, അങ്ങനെ പല പല സ്റ്റാർ, അങ്ങനെ കുറേ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടുന്ന ടൈമിൽ ചപ്പാത്തിയൊക്കെ കൊടുക്കുന്ന ദിവസം ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടം, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല ഷേപ്പിലാക്കിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി അവരത് എടുക്കാൻ വന്ന ടൈമിൽ ഇങ്ങനെയും ചെയ്തെടുത്തതാണേ. എല്ലാവരുടെയും ആവശ്യപ്രകാരം എല്ലാ ഷേപ്പിലും ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ തിന്നാവാനും പാടില്ല, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഞാനത് അവിടെ ഓയിലൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഒരു സെയിം ടൈമിൽ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലും വലിയ പാനാണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റേത് അത്യാവശ്യം ചെറിയ പാനായിരുന്നു, ഇതിലും വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 4 ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്ക് ക്രിസ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരത് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ചും കൂടെ ടൈം ഒന്ന് അധികം വെച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്യുന്നതിലും കുറച്ചും കൂടെ ടൈം ഒന്ന് എടുത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ വെച്ച് ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടൂ. നല്ല ടേസ്റ്റാണ്, കറി പോലും ആവശ്യമില്ല, നമുക്ക് വെറുതെ കഴിക്കാൻ ഇത് സൂപ്പറായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി വരുവാണെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ചായക്കും കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ 1 വടിക്ക് 2 പക്ഷി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഐറ്റാണ് ഇത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവയല്ല. അപ്പോൾ 1.5 കപ്പ് റവയിൽ എനിക്കിതൊരു 10-20ഓളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊരിച്ച പത്തിരിയില്ല നമ്മൾ മുമ്പ് ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നു അരിപ്പൊടി കൊണ്ടല്ലേ ഉണ്ടാക്കുന്ന പൊരിച്ച പത്തിരി. പക്ഷേ ഇത് നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് സെയിം തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓൾമോസ്റ്റ് എല്ലാം ഞാനിപ്പോൾ അതവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി റവ സ്നാക്സ് ഇവിടെ പല ഭാവത്തിലും പല രൂപത്തിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതാ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടികളെ ഷേപ്പുള്ളതൊക്കെ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ക്രിസ്പി വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. അതാ എല്ലാം നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.